എന്തായാലും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയ കാരണം ഒന്നല്ല ഞാൻ എല്ലാവരും വിളിച്ചത്. പേടിയൊന്നുമില്ല നമുക്ക്. പുള്ളി എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച കണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു കാണാനൊരു ആഗ്രഹം. വാടാ ഡിനുവാ. ഈ ഓറഞ്ചില്ലേ, ഇത് നമ്മൾ ഇതിന്റെ ബാക്കിൽ ഇറങ്ങിപ്പോയിട്ട് പൊട്ടിച്ചതാണ്. ഇവിടെ നിറച്ചുണ്ട്. അധികം ദൂരം പോകുന്ന വേണം. നല്ല ടേസ്റ്റ് ആണ്, നല്ല ഫ്രഷ് സാധനം. നമുക്ക് അധികം വലിപ്പമല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. അത് കാണിച്ചുതരാം. അതായത് അത് നേരെ കണ്ടില്ലേ, നേരെ ആ ചെടി അതിലൊക്കെ ഓറഞ്ച് ഉണ്ട്. ഇത് ഒരു ഓറഞ്ചിന്റെ ചെടിയാണ്, പക്ഷെ അതിലുണ്ടായിട്ടില്ല. ഓറഞ്ച് പറിക്കാനായിട്ട് വിപിൻ അവിടെയൊക്കെ പോയപ്പോ അവിടെ കരടി വന്നിട്ടുള്ള പാടുകളൊക്കെ ഉണ്ട്. ഓ ആ കരടി സ്ഥിരം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനത്തെ ജില്ല പൂക്കുമ്പോഴാത്ര ഭയങ്കരമായിട്ട്. നമസ്കാരം, ഇഞ്ചിമുട്ടയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഊട്ടി ട്രിപ്പും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. കുറെ 2-3 ദിവസമായിട്ട് നമ്മള് കുറെ വിഷ്വൽസ്, അതായത് കുറെ സൈറ്റ് സീയിങ് അങ്ങനത്തെ ഒന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല. നമ്മളിവിടെ വന്ന് എൻജോയ് ചെയ്തു. ബാംഗ്ലൂർ പോയി, മൈസൂർ പോയി, അവിടെ നിന്ന് ഊട്ടി വന്നു. ആ ഒരു എന്താ പറയാ, പിന്നെ മൈസൂർ ട്രിപ്പ്, മൈസൂർ എത്ര വലിയൊരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് അത്യാവശ്യം ഞങ്ങൾ ഇവിടെ ഇന്നലെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇന്നലെ ഊട്ടിയിൽ നിന്നു, ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോത്തേരിയിലാണ്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ കോത്തേരിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്നുവെച്ചാല് ചിലപ്പോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഒരു ആംബിയൻസ് ആയിരിക്കാം, എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമായി. അപ്പോ ഇതിനൊക്കെ നന്ദി പറയേണ്ട ഒരാളുണ്ട്. അതായത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, എന്റെ അളിയൻ, ആളോടാണ് ഇതിനൊക്കെ നന്ദി പറയേണ്ടത്. ആളാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. നമ്മള് വരുന്നുണ്ട്, ഊട്ടിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഓക്കെ, നിങ്ങൾ എന്നാ വരുന്നത്, ഓക്കെ, എല്ലാം സെറ്റാണ്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. വന്നു കഴിഞ്ഞിട്ടാണ് ആളോരോ സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഈ ഒരു ആംബിയൻസും എല്ലാം. ഇപ്പൊ സമയം ഏകദേശം 12 മണിയാണ്, പക്ഷെ എനിക്ക് കിടക്കാനൊന്നുമില്ല. സംഭവം തണുത്തിട്ട് കണ്ടില്ല, കൈയൊക്കെ ഏകദേശം ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5 ഉണ്ടാവുള്ളൂ. കോത്തഗിരിയില് ഇവിടുത്തെ ഓൾമോസ്റ്റ് ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ലെസ് ദാൻ 15 ഡിഗ്രി ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നാണ്. അത് ഏകദേശം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എക്സ്ട്രീമാണ്, ഷിവർ ചെയ്യുന്നുണ്ട്, പല്ലൊക്കെ കൂട്ടിയിടിക്കുന്നുണ്ട്. പിന്നെ വേറെ കേസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇന്നലെ നമ്മൾ ഊട്ടിൽ നിന്നപ്പോ അവിടുത്തെ ടെമ്പറേച്ചർ 8 ആയിരുന്നു. ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ ഇവിടെ 5 കാണിക്കുന്നത്. ഗൂഗിളിൽ നമ്മൾ നോക്കിയപ്പോഴാണ് കാണുന്നത്. അത് മാത്രമല്ല, അതിനുള്ള സാധനം ഉണ്ട് കേട്ടോ. അപ്പോ കോത്തഗിരി എനിക്ക് തോന്നുന്നു അധികം പേര് എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ തോന്നുന്നു. നൈറ്റ് വന്നിട്ട് ഊട്ടിയിലുണ്ടായിരുന്ന ടെമ്പറേച്ചർ ശരിക്കും പറയുന്നത് ഇവിടെ ഒരു 6 മണി സമയത്ത് ആ ടെമ്പറേച്ചർ ആയിരുന്നു ഞങ്ങൾ പുറത്ത് പോയിരുന്നപ്പോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു ശരിക്കും. പിന്നെ ഈ ഒരു ആംബിയൻസ്, ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോ രാത്രിയാണ്, 12 മണിയാണ്. അപ്പൊ ഈ ഒരു ആംബിയൻസ്, അതുപോലെ ഈ ഒരു ബംഗ്ലാവിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് രാത്രിയിൽ എത്രത്തോളം കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ നാളെ നമുക്ക് നല്ല വിഷ്വൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. പിന്നെ വേറൊന്നുമില്ല, നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ വരുമ്പോ കുറച്ച് ടൈം ഡിലേ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ 4 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല. അതൊക്കെ നിങ്ങൾ അതിന്റെ രീതിയിൽ എടുക്കുന്നു വിചാരിക്കുന്നു. പിന്നെ വേറെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, ഈ ഒരു സെക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ഉണ്ട്. അതിനൊക്കെ നമുക്ക് നന്ദി ബാബുച്ചാന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ബാബുച്ചാനാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മള് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയില്ല. ഇങ്ങനെ ഒരു ഏരിയ പറ്റിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അകപ്പാടുള്ള ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാബുച്ചേട്ടനാണ്. അപ്പൊ ബാബുച്ചേട്ടന്റെ അടുത്ത് വലിയ താങ്ക്സ് ഉണ്ട്. അപ്പൊ വേറെ ഒന്നല്ല, അപ്പൊ നിങ്ങള് ഊട്ടിയിൽ വരുന്നുണ്ടെങ്കിൽ കോത്തഗിരി എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടി. ഇപ്പൊ കുറെ സൈറ്റ് സീയിങ് അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. നല്ലൊരു സ്റ്റേ ചെയ്യാനായിട്ട് നല്ലൊരു സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അവിടെ നിന്ന് തന്നെ നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഓക്കെയാണ്. കാരണം നമ്മൾ വണ്ടി കൊണ്ട് കുറെ സ്ഥലത്തേക്ക് കിടന്ന് നടക്കണ്ട, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു 2 ദിവസത്തെ സ്റ്റേയിലേക്ക് ഊട്ടിക്ക് വരാണെങ്കിൽ ഒരു ദിവസം ഊട്ടിയിൽ നിൽക്കുക, ഒരു ദിവസം കോത്തേരിയിലേക്ക്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ നമ്മളിപ്പോ താമസിക്കുന്നത് ബംഗ്ലാവിന്റെ നേരെ ഫ്രണ്ട് സൈഡാണത്. അവിടേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ വ്യൂ എന്ന് പറയുമ്പോൾ ഫുൾ മലകളും കാര്യങ്ങളുമാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഓരോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നത് ഓരോ ഹട്ടീസാണ്. അതായത് ഹട്ടീസ് എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു ഗ്രാമം. അവിടെ ഇപ്പോൾ ഒരു മൂപ്പൻ ഉണ്ടാവും. നമ്മൾ പണ്ടത്തെ തമിഴ് ഫിലിംസിലൊക്കെ കാണും. ഞാൻ ശരിക്കും അങ്ങനെയൊക്കെ ലൈഫ് ഉണ്ടാവുമെന്ന് പോലും തിങ്ക് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അത് ശരിയാണ്. ഇന്ന് ഞങ്ങളുടെ അടുത്ത് ഇവിടെ വന്ന ബാബുച്ചേട്ടൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഹട്ടീസിൽ ഇങ്ങനെ ഒരു ഫാമിലിയിൽ ഒരു മൂപ്പൻ അങ്ങനെ സ്പ്ലിറ്റായി ജോയിൻറ്റ് ഫാമിലി പോലെ തന്നെ
ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു കമ്മ്യൂണിറ്റീസ് ഇപ്പോഴും നിലവിലുണ്ട്. ഇവിടെ ഫുള്ള് കാണുന്ന ലൈറ്റ്സ് ഒക്കെ കാണുന്ന ഏരിയാസ് ഫുള്ളും അങ്ങനെയുള്ള ഹട്ടീസിൽ നിന്ന് കാണുന്നതാണ്. മോർണിംഗ് വ്യൂ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അത് നാളെയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നാളെ വൈകിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തിരിക്കും. അപ്പൊ പിന്നെ ഈ ഒരു നൈറ്റ് ആംബിയൻസ് നമുക്ക് വേറെ എടുക്കാൻ ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് 12 മണിയായാലും നമ്മൾ ഉറക്കൊക്കെ ഉളച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി മോർണിംഗിലെ നമ്മുടെ ബംഗ്ലാവിന്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അതുപോലെ ഈ ഒരു ആംബിയൻസ് എല്ലാം നാളെ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കാട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിന്റെ എൻഡ് ആവുമ്പോ നമുക്ക് പറയാം ഒന്നുകൂടി. ഇപ്പൊ എന്റെ എൻഡ് ആയിട്ടില്ല. ഇപ്പൊ അതിന്റെ ഒരു അപ്പൊ അതെല്ലാരും ചെയ്തോട്ടോ. അതെന്തായാലും ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മോർണിംഗ് വ്യൂസിൽ കാണാം. അപ്പൊ രാത്രിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്ന് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകും. വീട്ടിൽ പോണതിനിടയിൽ 1-2 സ്ഥലങ്ങൾ കവർ ചെയ്യണം ഓൺ ദ വേയിലുള്ളത്. അല്ലാണ്ട് കാര്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോകണില്ല. കാരണം ഇവിടെ തന്നെ നല്ല കാറ്റുണ്ട്, നല്ല തണവാട്ടോ. ഇപ്പോൾ ഒരു 10 മണി 11 മണിക്ക് ആയി, എന്നാലും തണവിനൊരു മാറ്റമില്ല. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴിയാണ്. രാത്രിയിലപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം. സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യണൊരു സ്ഥലം നല്ല ആംബിയൻസ് ആണെങ്കിൽ നമുക്ക് വേറെ കുറേ അവിടെ തന്നെ നിന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നെ മാത്രമേ തോന്നുള്ളൂ. ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മളിത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് വീട്. കണ്ടില്ലേ, ഒരു സെക്കൻഡ്. ഇവിടെ ഗാർഡനൊക്കെ നല്ല ഭംഗിയിലാണ് അവർ ചെയ്തേക്കുന്നത്. ഗാർഡനിങ് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, കാണില്ലേ? യെസ്, ഇത് എന്താ സംഭവം എന്നറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതൊക്കെ വെട്ടി നിർത്തിയിട്ട് നല്ല ഷേപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ മൊത്തം പൂക്കളാണ്, നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ്. ഇതാണ് നമ്മുടെ വീട്. ബാക്കിൽ കാണുന്നതാണ് വീട്. ഇവിടെയാണ് താമസിച്ച് എന്താ പറയുക. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വ്യൂട്ടാ, അതിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് വീട്, നേരെ ഫ്രണ്ടിലുള്ള വ്യൂ. ഇന്നലെ നിങ്ങൾ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള വിഷ്വൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് വ്യൂ. അപ്പോൾ ഈ ഒരു വ്യൂവിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അത് ഇവരുടെ കോമ്പൗണ്ട് അല്ല, അവിടെ നിറച്ച് ഓറഞ്ചിൻ്റെ കൃഷിയാണ്. ഓറഞ്ചിൻ്റെ കാലത്ത് പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് പോയിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഓറഞ്ചിൻ്റെ കൃഷിയാണ് മൊത്തത്തിൽ. ഇറങ്ങി പോകാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ച് ഇറങ്ങി പോകണം, അത് കുറച്ച് ടൈറ്റാണ്. പിന്നെ നല്ല തണവ് അങ്ങോട്ട് ഇറങ്ങുന്നതോട് കൂടിയിട്ട് കാറ്റത്ത് കാണുന്ന ചെടികളൊക്കെ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. അത്ര വലുപ്പമല്ല, ചെറിയൊരു വലുപ്പത്തിലുള്ള, പക്ഷെ നല്ല സ്വീറ്റാണ്. പിന്നെ വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഇവിടെ കരടി, അതുപോലെ പുള്ളിപ്പുലിനൊക്കെ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഇത് ഇവിടുത്തെ ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ജീവികൾ വരാറുണ്ട്. അപ്പോൾ കുറച്ച് റിസ്കി ഏരിയയും കൂടിയാണ്. വല്ലാണ്ട് അറിയില്ല, ഞാൻ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി പോകാണ്ടിരിക്കുന്നതാണ് സേഫ്. ഇത്രയ്ക്കാണ് ഇവിടുത്തെ വിഷ്വൽസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വിഷ്വൽസ് ആണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് ഇതിൻ്റെ സൈഡിലത്തെ ഒരു ഏരിയയാണ്. വീടിൻ്റെ സൈഡിലുള്ളൊരു ഏരിയയാണ്. എനിക്ക് തോന്നുന്നത് വളരെ വർഷം പഴക്കമുള്ള വീടാണ്, പക്ഷെ അവരത് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതെനിക്ക് തോന്നുന്നു വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. പണ്ട് കാലത്ത് ഒരു ചെറിയ വണ്ടിയും ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ എന്ന് തോന്നുന്നു. അതൊക്കെ ലോക്ക്ഡൗൺ നോക്കി നോക്കുന്നു. യെസ്, സംഭവം തന്നെയാണ്. അങ്ങനെ ഞാൻ ധന്യാനെ വിളിച്ചു നോക്കട്ടെ, അവൾ വരുന്നുണ്ടോ നോക്കട്ടെ അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട്. ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല. എന്നുവെച്ചാൽ വേറെ ഒന്നല്ല, കുറച്ച് ടൈറ്റാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോണ വഴി. നല്ല പുലി വരുമെന്നൊക്കെ എനിക്ക് ചെറിയ ഭയമൊക്കെയുണ്ട്. പക്ഷേ ഈ ടൈമിൽ ഇറങ്ങില്ല അവർ. ഒന്നല്ലെങ്കിൽ ഒന്ന് ഇരുട്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏർലി മോർണിംഗിലൊക്കെയാണ് സാധാരണ കാണാറെന്ന് പറയാറ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായില്ലേ. ഞാൻ നോക്കട്ടെ കേട്ടോ, ഞാൻ ആരെങ്കിലും കമ്പനിക്ക് വിളിക്കട്ടെ. ഒരു സെക്കൻഡ്. വിളിച്ചോക്കട്ടെ.
ധന്യ വരുന്നുണ്ട അടിക്ക്? ഓറഞ്ച് പറിക്കാൻ വരുന്നുണ്ട? കാലത്ത് നമ്മൾ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നല്ല സൂപ്പർ. ഇല്ല കഴിഞ്ഞ പ്ലേറ്റിൽ മാത്രമേ ഉള്ളൂ. ബിബി പോയോ? ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. എന്തായാലും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയ കാരണം ഒന്നല്ല ഞാൻ എല്ലാവരും വിളിച്ച്. പേടിയൊന്നുമില്ല നമുക്ക്. പുള്ളി എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച കണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു കാണാനൊരു ആഗ്രഹം. വാടാ ഡീനു വാ. അവര് വിളിക്കട്ടെ ഒന്നുകൂടി. ഒരു വട്ടം വിളിച്ചാലൊന്നും വരില്ല. എന്താ ചെയ്യാ? ധന്യ വായോ. മേക്കപ്പ് പിന്നെ ചെയ്യാം വാ. ഇത് മറ്റേ സിനിമ പോലെ തോന്നുന്നുണ്ടല്ലോ. വരത്തന്റെ സെറ്റപ്പ് ഒക്കെ പോലെ ഫീലിംഗ്. ഇതിലിറങ്ങ വായോ നമുക്കൊന്ന് പോയിട്ട് വരാം. ശ്യാമിനെ വിളി. സംഭവം വെയിലുണ്ടെങ്കിൽ തന്നെയും നല്ല ചൂടും നല്ല തണവുണ്ട് കേട്ടോ. ശ്വാസം എടുക്കുമ്പോഴേ അതിനൊരു തണവാ. വെയിലുണ്ടെങ്കിൽ തന്നെയും ഓവറോൾ അറ്റ്മോസ്ഫിയറിൽ നല്ല തണവാണ്. ഇങ്ങനെ കുറേ വഴി ഞങ്ങൾ ഇറങ്ങിപ്പോവാട്ടോ. പക്ഷെ ഇറങ്ങിപ്പോയ വഴിയൊക്കെ തിരിച്ച് കയറി വരും വേണ്ടേ. അതുകൊണ്ട് നമ്മളിവിടെ എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ ഇത് കണ്ടില്ല, ഇതൊക്കെ ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ മരങ്ങളാണ്. ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് ഉച്ചയോടുകൂടി തിരിക്കും. അതിന് മുന്നേ ഒന്ന് രണ്ട് നല്ലൊരു വാട്ടർഫാള്, കുറച്ച് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. പിന്നെ വാട്ടർഫാളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് നടക്കേണ്ട ഒരു ഏരിയയും കൂടി ഉണ്ടെന്നാണ് ബാബുച്ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു പ്ലേസ് അല്ല. ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ആരും അങ്ങനെ പോയിട്ടുള്ള സ്ഥലമായിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി നോക്കുന്നുണ്ട്. എത്രത്തോളം അവിടേക്ക് ഇറങ്ങാൻ പറ്റുന്നൊന്നും അറിയില്ല, കാരണം പിള്ളേരൊക്കെ എൻ്റെ കൂടെ. അപ്പോൾ നെക്സ്റ്റ് ടാസ്ക് നമ്മൾ അവിടേക്ക് പോകാനാണ്. അപ്പോൾ ഇത് വീടിൻ്റെ വിഷ്വൽസ് നമുക്കിപ്പോൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോവാണ്. അടുത്ത് പോയിട്ടുള്ള വിഷ്വൽസ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ.